അധ്യായം 29. 10-ാം ആണ്ട് 10-ാം മാസം 12-ാം തീയതി യഹോവയുടെ അരുളപ്പാടെനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ മിസ്രയീം രാജാവായ ഫറവോന്റെ നേരെ മുഖം തിരിച്ച് അവനെക്കുറിച്ചും എല്ലാ മിസ്രയീമിനെക്കുറിച്ചും പ്രവചിച്ചു പറയേണ്ടതെന്തെന്നാൽ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: മിസ്രയീം രാജാവായ ഫറവോനെ, തന്റെ നദികളുടെ നടുവിൽ കിടന്ന് ഈ നദി എനിക്കുള്ളതാകുന്നു, ഞാൻ അതിനെ എനിക്കായിട്ടുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന മഹാനക്രമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ ചെകിളയിൽ ചൂണ്ടൽ കൊളുത്തി നിന്റെ നദികളിലെ മത്സ്യങ്ങളെ നിന്റെ ചെതുമ്പലിൽ പറ്റുമാറാക്കി നിന്നെ നിന്റെ നദികളുടെ നടുവിൽ നിന്ന് വലിച്ചു കയറ്റും. നിന്റെ നദികളിലെ മത്സ്യമൊക്കെയും നിന്റെ ചെതുമ്പലിൽ പറ്റിയിരിക്കും. ഞാൻ നിന്നെയും നിന്റെ നദികളിലെ മത്സ്യങ്ങളെയൊക്കെയും മരുഭൂമിയിൽ എറിഞ്ഞുകളയും. നീ വെളിമ്പ്രദേശത്ത് വീഴും. ആരും നിന്നെ പെറുക്കുകയോ ശേഖരിക്കുകയോ ചെയ്യുകയില്ല. ഞാൻ നിന്നെ കാട്ടുമൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും ഇരയായി കൊടുക്കും. മിസ്രയീം നിവാസികൾ ഇസ്രായേൽ ഗൃഹത്തിന് ഒരു ഓടക്കോലായിരുന്നതുകൊണ്ട് അവരൊക്കെയും ഞാൻ യഹോവ എന്നറിയും. അവർ നിന്നെ കയ്യിൽ പിടിച്ചപ്പോഴേക്ക് നീ ഒടിഞ്ഞ് അവരുടെ തോളൊക്കെയും കീറിക്കളഞ്ഞു. അവർ ഊന്നിയപ്പോഴേക്ക് നീ ഒടിഞ്ഞ് അവരുടെ നടുവൊക്കെയും കുലുങ്ങുമാറാക്കി. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ നിന്റെ നേരെ വാൾ വരുത്തി നീങ്കൽ നിന്ന് മനുഷ്യനെയും മൃഗത്തെയും ഛേദിച്ചു കളയും. മിസ്രയീം ദേശം പാഴും ശൂന്യവുമായി തീരും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. നദി എനിക്കുള്ളതാകുന്നു, ഞാൻ അതിനെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് ഞാൻ നിനക്കും നിന്റെ നദികൾക്കും വിരോധമായിരുന്ന് മിസ്രയീം ദേശത്തെ സെവേനെ ഗോപുരം മുതൽ കൂശിന്റെ അതിർത്തി വരെ അശേഷം പാഴും ശൂന്യവുമാക്കും. മനുഷ്യന്റെ കാൽ അതിൽ കൂടി കടന്നു പോകയില്ല, മൃഗത്തിന്റെ കാൽ അതിൽ ചവിട്ടുകയുമില്ല. 40 സംവത്സരത്തേക്ക് അതിൽ നിവാസികളില്ലാതെയിരിക്കും. ഞാൻ മിസ്രയീം ദേശത്തെ ശൂന്യദേശങ്ങളുടെ കൂട്ടത്തിൽ ശൂന്യമാക്കും. അതിലെ പട്ടണങ്ങൾ ശൂന്യപട്ടണങ്ങളുടെ കൂട്ടത്തിൽ 40 സംവത്സരത്തേക്ക് ശൂന്യമായിരിക്കും. ഞാൻ മിസ്രയീമ്യരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതറിച്ചു കളയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: 40 സംവത്സരം കഴിഞ്ഞിട്ട് ഞാൻ മിസ്രയീമ്യരെ അവർ ചിന്നിപ്പോയിരിക്കുന്ന ജാതികളിൽ നിന്ന് ശേഖരിക്കും. ഞാൻ മിസ്രയീമിന്റെ പ്രവാസം മാറ്റി അവരെ അവരുടെ ജന്മദേശമായ പത്രോസ് ദേശത്തേക്ക് മടക്കി വരുത്തും. അവിടെ അവർ ഒരു ഹീനരാജ്യമായിരിക്കും. അത് രാജ്യങ്ങളിൽ വെച്ച് അതിഹീനമായിരിക്കും. ഇനി ജാതികൾക്ക് മേലായി അത് തന്നെത്താൻ ഉയർത്തുകയുമില്ല. അവർ ജാതികളുടെ മേൽ വാഴാതെ വണ്ണം ഞാൻ അവരെ കുറച്ചുകളയും. ഇസ്രായേൽ ഗൃഹം തിരിഞ്ഞ് അവരെ നോക്കുമ്പോൾ അത് ഇനി അവരുടെ അകൃത്യം ഓർമ്മിപ്പിക്കുന്നതായൊരു ശരണമായിരിക്കയില്ല. ഞാൻ യഹോവയായ കർത്താവ് എന്ന് അവർ അറിയും. 27-ാം ആണ്ട് 1-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാടെനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ സോരിന്റെ നേരെ തന്റെ സൈന്യത്തെക്കൊണ്ട് വലിയ വേല ചെയ്യിച്ചു. എല്ലാ തലയും കഷണ്ടിയായി, എല്ലാ ചുമലും തോലുരിഞ്ഞുപോയി. എങ്കിലും സോരിന് വിരോധമായി ചെയ്ത വേലയ്ക്ക് അവനോ അവന്റെ സൈന്യത്തിനോ അവിടെ നിന്ന് പ്രതിഫലം കിട്ടിയില്ല. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ മിസ്രയീം ദേശത്തെ ബാബേൽ രാജാവായ നെബൂഖദ്നേസരിന് കൊടുക്കും. അവൻ അതിലെ സമ്പത്തെടുത്ത് അതിനെ കൊള്ളയിട്ട് കവർച്ച ചെയ്യും. അത് അവന്റെ സൈന്യത്തിന് പ്രതിഫലമായിരിക്കും. ഞാൻ അവന് മിസ്രയീം ദേശത്തെ അവൻ ചെയ്ത വേലയ്ക്ക് പ്രതിഫലമായി കൊടുക്കുന്നു. അവർ എനിക്കായിട്ടല്ലോ പ്രവർത്തിച്ചത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അന്നാളിൽ ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന് ഒരു കൊമ്പ് മുളയ്ക്കുമാറാക്കി അവരുടെ നടുവിൽ നിനക്ക് തുറന്ന വായ് നൽകും. ഞാൻ യഹോവ എന്ന് അവരറിയും.